ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ഒരു 222 വീൽ ബേസ് BS6 അശോക് ലേലാൻഡ് വൈക്കിംഗ് ചേസ് വരുന്ന സെഡ് ഓണും സെഡ് എസ്ത്രയുടെയും ബോഡി ഡീറ്റെയിൽ മെഷർമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 210 വീൽ ബേസ് BS6 അശോക് ലേലാൻഡ് വൈക്കിംഗ് ചേസിൽ വരുന്ന അസ്ത്ര അല്ലെങ്കിൽ സെഡ് ഓൺ ബോഡിയുടെ ഡീറ്റെയിൽ മെഷർമെൻറ്റ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പറ്റുവാണെങ്കിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വണ്ടി ചെയ്യുന്നുണ്ട്. 210 വീൽ ബേസാണ്. അപ്പോൾ അത് വീഡിയോ ചെയ്തേക്കുന്നു അങ്ങനെ ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം വണ്ടിയെല്ലാം പണി കഴിഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലെ സ്കെച്ച് വെച്ചിട്ടാണ് എല്ലാം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടിയുടെ പണി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിന് സ്ട്രക്ചറുകളുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം. സ്കെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് സ്കെച്ച്. അന്ന് വരച്ചത് 222-ആയിരുന്നു. ഇത് 210-ൻ്റെ സ്കെച്ചാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബാക്കി ഡീറ്റെയിൽസൊക്കെ സെയിമാണ്. എന്നാലും ഈ ഗ്ലാസിൻ്റെ ഒരു 0.5 mm നീളത്തിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഈ അങ്ങേ അറ്റത്തെ ഗ്ലാസ് ചെറുതായിരിക്കും പകരം. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് അപ്പർ ഡ്രൈവർ സൈഡിലെ കുറച്ച് ചെറുതായിരിക്കും, ഇതും കുറച്ച് ചെറുതായിരിക്കും. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് വീൽ ബേസിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ വണ്ടിയുടെ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഇതിൽ പറയാം, അതായിരിക്കും മനസ്സിലാകാൻ എന്നോട് എളുപ്പം. മെഷർമെൻറ്റ് ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഇത് 15 സെൻറ്റിമീറ്റർ വീതിയുള്ള വണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത വണ്ടിയും 222 വീൽ ബേസ് വരുന്ന വണ്ടി 15 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഞാൻ 15 സെൻറ്റിമീറ്റർ വണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടാണ് 15 പറയുന്നത്. നിങ്ങൾക്ക് ഇനി 15 അല്ല അത് കൂടിയ കുറഞ്ഞ പോലെ വേണമെങ്കിൽ അതിലോട്ട് മാറ്റാനുള്ള ഒരു ട്രിക്കുണ്ട്. അത് കമൻറ്റിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ലെങ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മിനിയേച്ചറിലായിട്ട് ചെയ്യുമ്പോൾ അതായത് ബോഡി ലെങ്ത് ആണ്. ബോഡി കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് കൗളിൻ്റെ തള്ളും തിക്നെസ്സും ബാക്ക് കൗളിൻ്റെ തിക്നെസ്സോടെ കൂടി വരും. അതോടെ കൂട്ടി ലെങ്ത് മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബോഡിയുടെ ഉണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് പറയുന്നത്. ഇവിടെ ചെറിയ കട്ടിങ് ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു 5 mm കൂടെ ഫ്രണ്ടിലോട്ട് വരുന്നതാണ്. 5 mm ശരിക്കും അത് ശരിക്കും കൗളയിലാണ് കയറി വരുന്നത്. അതുകൊണ്ട് 5 ഈ പറയുന്നതിനേക്കാളും 5 mm കുറച്ചിട്ടാണ് നമ്മൾ ബോഡി ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് വരുമ്പം 62.9 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ നീളം. ഏകദേശം ഇവിടുന്ന് ഒരു 5 mm കൂടെ കൂട്ടണം, എന്നിട്ടാണ് പറയുന്നത്. 5 mm കൂടെ കൂട്ടിയിട്ട് ആണ് ഇവിടുന്ന് ഇങ്ങനെ മൊത്തം 62.9 സെൻറ്റിമീറ്റർ ഇവിടം വരെ. അപ്പോൾ അത് 62.9 സെൻറ്റിമീറ്ററിൽ നിന്ന് നമ്മൾ 5 mm കുറച്ചിട്ടാണ്, അതാണ് ഇവിടെ ഇങ്ങനെ കട്ടിങ് വരുന്നത്. അത് കവളെ കയറി വരാനുള്ളതാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഓവർ ഹാങ് നോക്കുകയാണെങ്കിൽ 13.3 സെൻറ്റിമീറ്റർ. അതായത് ഈ ഫ്രണ്ടിൽ നിന്ന് ഒരു 5 mm ഉണ്ടല്ലോ, അവിടുന്ന് ഏകദേശം 13.3 സെൻറ്റിമീറ്റർ ആണ് ഈ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ വരെ എടുക്കേണ്ടത്. അതാണ് ഈ 13.3 സെൻറ്റിമീറ്റർ ഫ്രണ്ട് ഓവർ ഹാങ് വരുന്നത്. പിന്നെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ തൊട്ട് ബാക്ക് വീലിൻ്റെ സെൻറ്റർ വരെ അത് ഏകദേശം നമുക്ക് 31.37 സെൻറ്റിമീറ്റർ വരും. അത് ആണ് വീൽ ബേസ് വരിക. അതിന് റിയർ ഹാങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓവർ ഹാങ് പോലെ തന്നെ ബാക്ക് വീലിൻ്റെ സെൻറ്റർ തൊട്ട് ബാക്കിലെ നമുക്ക് ബോഡി വരെയുള്ള ലെങ്താണ് റിയർ ഓഫ് ഹാങ്. അത് 18.2 സെൻറ്റിമീറ്റർ ആണ് വരിക. അപ്പോൾ ഇതെല്ലാം ഫ്രണ്ട് കവളും ബാക്ക് കവളും തിക്നെസ് കൂട്ടാതെ ബോഡി ലെങ്ത് മാത്രമാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ട് കവള് അത്യാവശ്യം 1 എത്ര സംതിങ് ആയിട്ട് കയറി വരും. ബാക്ക് കവള് 1.5 mm അല്ല 1.5 സെൻറ്റിമീറ്റർ കയറി വരും. അപ്പോൾ അത്ര തിക്നെസ്സോടെ കൂട്ടി കഴിയുമ്പോൾ ഏകദേശം നമുക്ക് 62 അല്ല 63 കഴിഞ്ഞ് 64 സംതിങ് ഒക്കെ നമുക്ക് സെൻറ്റിമീറ്റർ കിട്ടും. ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി അത് കഴിഞ്ഞുള്ള ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം മറ്റേ വണ്ടിയുടെ ഏകദേശം 222 വീൽ ബേസിൻ്റെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വീലാർച്ച് നോക്കുകയാണെങ്കിൽ ഈ വീലാർച്ചിൻ്റെ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ഉള്ള നീളം 7 സെൻറ്റിമീറ്റർ ആണ്, 7 സെൻറ്റിമീറ്റർ. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ സ്കെച്ച് വരയ്ക്കത്തില്ലേ, നിങ്ങളാദ്യം സ്കെച്ച് വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഒരു സൈഡ് സ്കെച്ച് വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് 2 സൈഡ് ഫോം ഷീറ്റിലോട്ട് വരച്ചാൽ മതി.
അപ്പോൾ ഈ വീലാർച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മൾ വീൽ ബേസ് എടുക്കുമ്പോൾ ഇതിന് സെൻറ്ററല്ലേ കിട്ടുന്നത്. ഈ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് 3.5 ഇവിടുന്ന് 3.5 അപ്പോൾ മൊത്തം 7 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് എടുക്കേണ്ടത്. പിന്നെ വീലാർച്ച് വരയ്ക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. ഈ ഇവിടെ അല്ല കുത്തേണ്ടത്, ഇവിടുന്ന് ഒരു 3 mm, അതായത് ഈ ബോഡിയുടെ ഈ ബോട്ടം ലൈൻ ഉണ്ടല്ലോ, ആ ബോട്ടം ലൈനിൽ നിന്ന് ഒരു 3 mm മേളിൽ വേണം ഒരു പോയിൻ്റ് ഇടണം. ആ പോയിൻ്റിൽ കുത്തിയിട്ടാണ് കോമ്പസ് വെച്ച് ഈ സർക്കിൾ വരയ്ക്കേണ്ടത്. എന്നാലേ വീലാർച്ചിൻ്റെ കൃത്യം ഒരു ഈ ഗ്യാപ്പും പിന്നെ ഇവിടെയുള്ള ഷേപ്പൊക്കെ കൃത്യമാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹാഫ് സർക്കിൾ പോലെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ബാക്കി നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഈ വരച്ചേക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ വേണ്ട സൈഡ് ബീഡിങ്ങിൻ്റെ ടോപ്പാണ്. അതായത് ഇനി ബീഡിങ് വരുമ്പം ഇങ്ങനെയാണ് വരിക, താഴെ ഇങ്ങനെ വരും. ബീഡിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 3 mm ആണ്, അതിങ്ങനെ താഴോട്ട് വരും. അപ്പോൾ ഈ ബോഡിയുടെ ബോട്ടം തൊട്ട് ഈ ബീഡിങ്ങിൻ്റെ ടോപ്പ് ലൈൻ വരെ 6 സെൻറ്റിമീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ വണ്ടിക്ക് 6 സെൻറ്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞ് ഈ ബീഡിങ്ങിൻ്റെ ടോപ്പ് തൊട്ട് ഈ ഗ്ലാസിൻ്റെ ബോട്ടം വരെ 4.3 സെൻറ്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസിൻ്റെ ബോട്ടം തൊട്ട് ഈ ഗ്ലാസിൻ്റെ ടോപ്പ് വരെ, ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററാണ്. അതായത് ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ കാണാം, ഇതുണ്ടോ, ഇവിടെയാണെങ്കിലും ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്. അപ്പോൾ സെൻട്രൽ ലൈനാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അതിപ്പോൾ ഈ സ്കെച്ചിൽ കാണാം, ഇതിൽ സെൻട്രൽ ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ആദ്യം വരയ്ക്കുന്നത്. ഈ പറയുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ കറക്റ്റാണ്. അത് കഴിഞ്ഞ് ഇവിടുന്നാണ് ഒരു 4.3 സെൻറ്റിമീറ്റർ ഇതിൻ്റെ സെൻറ്റർ വരെ, അവിടുന്ന് 2.4 സെൻറ്റിമീറ്റർ ഈ ഒരു ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ടോപ്പ് വരെ. അത് കഴിഞ്ഞ് ഒരു 5 mm ഗ്യാപ്പാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് മേളിലെ ടോപ്പിലെ ഷീറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ തിക്നെസ് നിങ്ങൾ എത്ര 3 mm ആണോ 2.5 mm ആണോ ഏതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് കുറച്ചിട്ട് വേണം. ഞാൻ ഇവിടെ 2.5 mm ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 5 mm ന് 2.5 കുറച്ചിട്ട് 2.5 ഇവിടെ ഇട്ടിട്ടുള്ളൂ. 2.5 എന്ന് പറഞ്ഞാൽ ഒരു 3 ഇട്ടിട്ടുണ്ട് ഞാൻ, കാരണം കുറച്ചൊക്കെ ഒട്ടിച്ച് വരുമ്പോഴും പേപ്പറൊക്കെ പിടിക്കുമ്പോൾ കുറയും. അതുകൊണ്ട് ഞാൻ ഇവിടെ 3 mm ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സെൻട്രൽ ലൈൻ വരയ്ക്കണം. അതുപോലെ ഇവിടുന്ന് 4.3 ഈ സെൻറ്റർ വരെ, ഈ സെൻറ്റർ കഴിഞ്ഞിട്ട് ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ടോപ്പ് വരെ 2.4 ആയിട്ട് ഇവിടെ ഒരു 3 mm ഗ്യാപ്പ്. പിന്നെ ഇവിടെ ഒരു 2 mm കൂടെ വരും. അപ്പോൾ ഇവിടെ ഷീറ്റ് വരുമ്പോഴത്തേക്കും 2 mm കൂടെ മേളിൽ കയറി വരും. അപ്പോൾ ഹൈറ്റ് കറക്റ്റ് ആവും. ഇപ്പോൾ ടോട്ടൽ സെൻറ്റർ ഹൈറ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 17.5 സെൻറ്റിമീറ്ററാണ് സെൻറ്റർ ഹൈറ്റ്. അതായത് ഈ താഴേന്ന് പിന്നെ അതായത് ഈ മേളിൽ ഇങ്ങനെ ഒരു കർവ് ഉണ്ടല്ലോ, ആ കർവിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് 17.5 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അതാണ് ഈ ടോപ്പ് വരിക. പിന്നെ ചെറിയൊരു കർവ് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ 15 സെൻറ്റിമീറ്റർ വേണ്ടി, അതായത് ഇത്ര ചെറിയതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ കർവ് ഇതിൽ അങ്ങനെ വലിയതായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം കർവ് വളരെ കുറവാണ്, ചെറിയ കർവുകളാണ്. അപ്പോൾ നമുക്ക് അവിടെ 1-2 mm മാത്രമേ കുറവ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ 17.4, അത് സെൻറ്റർ ഹൈറ്റ് 17.5, സൈഡ് വരുമ്പോൾ 17.4 വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വേരിയേഷനൊക്കെ വരും സൈഡിൽ, കാരണം ഇവിടെ ഞാൻ ഒരു 1/2 mm കൂട്ടിയൊക്കെ ഇട്ടേക്കുന്നത്, അതിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒട്ടിച്ചൊക്കെ വരുമ്പോൾ ബാക്കി മേളിലൊക്കെ പേപ്പർ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു തിക്നെസ് കുറയും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തന്നെ ഒരു 1/2 mm തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ആ കർവ് സെൻറ്റർ ഹൈറ്റ് 17.5ഉം സൈഡ് വരുമ്പോൾ 17.4, 1 mm ഡിഫറൻസൊക്കെ വരുള്ളൂ. ഇത്ര ചെറുതായതുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വരുന്നത്. വലിപ്പം കൂടുമ്പോൾ സൈസ് കൂടുമ്പോൾ അനുസരിച്ച് ആ ഒരു കർവിൻ്റെ വേരിയേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇനിയും സൈസ് കുറയുമ്പോൾ പിന്നെ കർവ് ഒട്ടും കാണാൻ പറ്റാതെ വരും. അതുപോലെ തന്നെയാണ് ഈ ഇങ്ങനൊരു കർവ് ഉണ്ട്, അത് താഴത്തോട്ട് കർവുണ്ട്. നമ്മൾ മിനിയേച്ചർ ചെയ്യുമ്പോൾ ഈ താഴത്തോട്ടൊരു കർവ് എന്ന് പറഞ്ഞാൽ 1 mm പോലും ചിലപ്പോൾ കിട്ടത്തില്ല. അതുപോലത്തെയാണ് ചെറിയ കർവേ ഉള്ളൂ. ഒറിജിനൽ വശം നോക്കിയാലും ബാക്കിൽ നിന്നൊക്കെ ചെറിയൊരു കർവ് പോലെ തോന്നത്തുള്ളൂ. മിനിയേച്ചർ ചെയ്യുമ്പോൾ ആ കർവ് കിട്ടത്തേ ഇല്ല. ചെറിയൊരു കർവ്, ആ കാണാൻ പറ്റാത്ത പോലെ ചെറിയൊരു 0.5 mm കർവ് എല്ലാം വരത്തുള്ളൂ. പിന്നെ മേളിലോട്ട് അത്യാവശ്യം സെഡോണിൻ്റെ രീതിയിലുള്ള ഇത് വരും. ബോഡി സെഡോണിൻ്റെ അത്രയാണ് സെയിം ആയതുകൊണ്ട്. പിന്നെ ഇനി നോക്കുവാണെങ്കിൽ ഗ്ലാസിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ ഈ ബാക്ക് ഗ്ലാസ്സിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ നമ്മളിവിടെ ഒരു 3 mm ആണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഈ ഒരു സെൻട്രൽ ലൈൻ വരച്ചിട്ട് അവിടെ ഈ കുത്തുകാലിൻ്റെ മൊത്തം തിക്നെസ്സാണ് 6 mm ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുത്തുകാലിൻ്റെ ഇവിടുന്ന് 3 mm ഇങ്ങോട്ടും
3 mm ഇങ്ങോട്ട് എടുക്കണം. അപ്പോഴാണ് അല്ലെങ്കിൽ ഇത് 6 mm ഉള്ളു. അങ്ങനെ ഈ ഒരു കുത്തുകാല് മൊത്തം കുത്തുകാലും അങ്ങനെ. അവർ ഈ ഒരു ക്രോസുള്ള ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സെൻട്രൽ ലൈനാണ് വരയ്ക്കുന്നത്, അത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സെൻട്രൽ ലൈന് ഇവിടുന്ന് ഇങ്ങോട്ടും 3, ഇവിടുന്ന് അങ്ങോട്ടും 3, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ കുത്തുകാല് നമ്മൾ ഈ വിൻഡോയുടെ അളവെടുക്കുമ്പോൾ അങ്ങനെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയേ ഉള്ളൂ, അതായത് ഇവിടെ ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. അതായത് 3 mm ആണ് ഈ ബോഡിയിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഇവിടത്തേക്ക്. ബാക്കി കൗളെ കയറി വരും. അപ്പോൾ ഇവിടെ 3 mm ഒറിജിനൽ വശമുള്ള നോക്കിയാൽ കാണാം. ഇവിടെ വീതി കുറവായിരിക്കും, ഫ്രണ്ടിലത്തെയും വീതി കുറവായിരിക്കും. അപ്പോൾ ഇവിടെ 3 mm. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ വരെ, ഈ കുത്തുകാലിൻ്റെ ഈ സെൻട്രൽ ലൈൻ വരെ 9.1 cm. അതായത് ഇത് 9.1, ഇത് 9.1, ഇത് 9.1, ഇത് 9.1. ഇത് വന്നിട്ട് 6.4. അതായത് ഇവിടെ തൊട്ട് ഈ ഇതിൻ്റെ സെൻറ്റർ വരെ 6.4 cm. പിന്നെ ഇവിടെ ഒരു 3 mm ഗ്യാപ്പ് ഇവിടെ വരും. അത് മറ്റേ ബ്ലാക്ക് പോർഷൻ, അങ്ങനെ ഗ്ലാസിൻ്റെ ബ്ലാക്ക് പോർഷൻ ഇവിടെ കയറി വരും. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കട്ടെ കേട്ടോ, എല്ലാം ഓർത്തിരിക്കുന്നില്ല. അത് 1.4 cm ആണ് ഗൈസ്. അപ്പോൾ അവിടെ വരുമ്പോൾ അതായത് ഈ 3 mm കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 1.4 ഡോറിൻ്റെ ഇവിടെ ആയിട്ട്. ഡോറിൻ്റെ വീതി നോക്കുവാണെങ്കിൽ 5.3 cm ആണ്. പിന്നെ ഈ ക്വാർട്ടർ ഗ്ലാസും ഈ ഡോറും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു ഏകദേശം നമുക്ക് 5 mm അടുത്ത് വരും. പിന്നെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ വീതി നോക്കുവാണെങ്കിൽ ഇതായത് നമുക്കിങ്ങനെ 2 പീസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ വരുമ്പം ഇവിടെ ആയിരിക്കും നമുക്ക് അത്ര ഗ്ലാസ് വരത്തുള്ളൂ. അതിലെ ബ്ലാക്ക് കളറുള്ള പോർഷനാണ് ഇത്രയും കാണുന്നത്. അപ്പം മേളിലും താഴെ അങ്ങനെയാണ് വരും. ഇവിടെയൊക്കെ കുറച്ച് ഇറങ്ങിയാണ് നിൽക്കുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 2.1 cm ആണ് ഗ്ലാസിൻ്റെ ഇവിടുത്തെ വീതി. മേളിൽ വരുമ്പോൾ 1.8 cm ആണ്. 1.8 അല്ല 1.9. പിന്നെ ഇതിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ മൊത്തം നമുക്ക് 5 cm ആണ് ഇവിടുന്ന് ഇവിടം വരെ, ഏകദേശം ബോട്ടം തൊട്ട് ഇവിടം വരെ. പക്ഷെ അവിടെ ഗ്ലാസിൻ്റെ ലെങ്ത് നോക്കുവാണെങ്കിൽ ഏകദേശം 4.4 cm ആണ് ഈ ഗ്ലാസിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ. ഇത് ഡോറിൻ്റെ ഒപ്പമാണ് ഇവിടെ വരിക. അങ്ങനെ ക്വാർട്ടർ ഗ്ലാസ്. പിന്നെ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടത്തിൽ നിന്ന് ഈ ടോപ്പ് വരെ നോക്കുവാണെങ്കിൽ 13.5 cm ആണ് ഈ ഹൈറ്റ് വരിക. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു, അതായത് നമ്മുടെ B6 വണ്ടിയിലേക്ക് ഇവിടുത്തെ ഒരു ഓവർഹാങ് ഉണ്ടല്ലോ. അപ്പം അതിലെന്ന് പറഞ്ഞാൽ ഈ ബീഡിങ്ങിനേക്കാൾ താഴ്ന്നായിരിക്കും ഇരിക്കുക. അപ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ബീഡിങ് ഒരു 3 mm മുതൽ ഇങ്ങനെ വരും താഴത്തോട്ട്. അപ്പോൾ ഈ ബീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് വരുന്ന പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ 2 സ്റ്റേഴ്സ് ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ, എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ സീറ്റിരിക്കുന്ന പ്ലാറ്റ്ഫോം അപ്പുറം ഇപ്പുറം സൈഡിൽ ശകലം പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അത് ഏകദേശം ഒറിജിനൽ വണ്ടിയിൽ നമ്മുടെ വരുമ്പോൾ 12 mm ആണ് വരിക. അതായത് 1.2 cm ആണ് നമ്മൾ മിനിയേച്ചർ വരിക. അപ്പോൾ ഈ വെളിയിൽ കാണുന്ന ബീഡിങ് വരുന്നത് ആ സീറ്റ് വരുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴ്ന്നു വരും. അതായത് ഈ ടോപ്പിൽ നിന്ന് 12 mm അല്ലെങ്കിൽ 1.2 cm താഴ്ന്നാണ് വരിക. ആ മെയിൻ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിലാണ് ഈ ബീഡിങ് കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ അവിടെ മെയിൻ പ്ലാറ്റ്ഫോം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരു ഇതില്ലേ, ഈ ബീഡിങ് ലെവലാണ്. അപ്പോൾ ഈ ബീഡിങ്ങിന് അതേ ലെവലിൽ ബാക്കോട്ട് ബീഡിങ്ങില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ലെവലിലാണ് നമുക്ക് മെയിൻ പ്ലാറ്റ്ഫോം പോകുന്നത്. അതിന് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം ഇതിൻ്റെ ഈ ബീഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെച്ച് സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം ചെയ്താൽ. ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നില്ലാത്തവർക്ക് ഒന്നെങ്കിൽ ഗ്ലാസ്സിൽ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ച് കൂളിംഗ് ഗ്ലാസ് ആക്കുമോ, അത് കൂളിംഗ് അടിച്ച ഗ്ലാസ് പോലെ ആക്കുമോ, അല്ലെങ്കിൽ കർട്ടൻ ഫുള്ള് അടച്ചിട്ട രീതിയിലുള്ള കർട്ടൻ ആക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാത്ത ഇൻറ്റീരിയർ വർക്ക് കാണാൻ ലൈറ്റ് വർക്ക് സീറ്റൊക്കെ ചെയ്യുന്നവർക്ക് സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം അടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ 2 പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ബീഡിങ് സീറ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്. മെയിൻ പ്ലാറ്റ്ഫോം വരുമ്പോൾ ഇവിടുന്ന് ഒരു 12 mm അല്ലെങ്കിൽ 1.2 cm താഴ്ന്നായിരിക്കും വരിക.
അപ്പം അത് നോക്കി അറിയാം. ഗൈസ് ഇവിടെ നിന്നുള്ള ഗ്യാപ്പ് കണ്ടോ, ഇത്രയും ഗ്യാപ്പില്ല. നമ്മൾ അടിഭാഗം നോക്കുവാണെങ്കിൽ കണ്ടോ വീലാർച്ച് തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ശകലമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അത് വരിക. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീലാർച്ച് കഴിഞ്ഞിട്ട് ഈ ഡോറിൻ്റെ ഇവിടെയാണ് ഗ്യാപ്പ്. ആ ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 8 mm ആണ് വരിക. 8 mm അത് കഴിഞ്ഞ് ഇവിടെ വീലാർച്ചൊക്കെ കയറി വരും. അപ്പം V6ൻ്റെ വീലാർച്ച അറിയാമല്ലോ, ഇവിടെ വീതി കൂടുതൽ, ഇവിടെ ഒരു വീതി കുറവായിരിക്കും. ആ രീതിയിലായിരിക്കും വരിക. അത് കഴിഞ്ഞ് പിന്നെ ഈ തിക്നെസ്, അതായത് ഡോറ് കഴിഞ്ഞിട്ട് AC ഡോറുമായിട്ടുള്ള തിക്നെസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 mm ആണ്. അതുപോലെ ഈ ഫ്രണ്ടിലത്തെ ഈ കട്ടിങ്ങാണ് ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ ശരിക്കും ഒരു 5 ടോട്ടൽ ബോഡി നീളം പറയുമ്പോൾ 62.9 ആണ്. ഇവിടെ 5 mm കൂടെ ഉണ്ട്. അത് നമുക്ക് കവളയിലാണ് കയറേണ്ടത്. കവളിങ്ങനെ അകത്തോട്ട് കയറിയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കവളിൻ്റെ ഇത്ര ഭാഗം ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വേണം കവള് പോകാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കട്ടിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ കട്ടിങ്ങിൽ ഉള്ള വീതി എന്ന് പറഞ്ഞാൽ അതും 3 mm ആണ്. പിന്നെ ഇതും ബീഡിങ്ങിൻ്റെ ടോപ്പാണ്. ഈ ബീഡിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇവിടെ എടുത്തില്ലേ, അതിൽ ഒരു 12 mm അല്ലെങ്കിൽ 1.2 cm താത്തിയിട്ട് ഇതെടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ബോഡിയിൽ ബോട്ടത്തിൽ നിന്നുള്ള ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4.8 cm ആണ് ബോട്ടത്തിൽ നിന്ന് ഇതിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ്. അവിടെ 3 mm താത്തിയിട്ട് വേണം ബീഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുന്നുണ്ടായി ഈ കവളിൽ ഇത്ര ഹൈറ്റ് വരുന്നത്. കവളിൽ ഇത്ര ഹൈറ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സ്കെച്ചാലുണ്ട്. അതായത് നമ്മളെ കവള് വന്നു കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു കട്ടിങ്, ഗ്ലാസിൻ്റെ ഒരു കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ആ കർവ് വരാൻ വേണ്ടി ഈ കർവ് വന്ന് ഈ ഭാഗമാണ് നമ്മൾ കട്ടിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് സ്കെച്ച് നോക്കി അറിയാം. ശരിക്കും നമ്മളെ ബോഡി ലെങ്ത് 62.9 cm പറയുമ്പോൾ ഇവിടെയാണ് വരിക. അവിടെ നിന്ന് 5 mm കുറച്ചിട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആ കട്ടിങ് കൃത്യം അല്ല സോറി ഇവിടെയല്ല, ഇവിടെയാണ് ഒറിജിനൽ ബോഡിയുടെ 62.2 cm കിട്ടുന്നത്. അല്ല തിരിഞ്ഞു പോയി, 62.9 cm കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 5 mm കുറച്ചിട്ട് വേണം ഇതിലെ ഇങ്ങനെ എടുക്കാൻ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് ആ കട്ടിങ് വന്നേക്കുന്നത്. അപ്പോൾ അത്ര കയറി കട്ടിങ് വന്നേക്കുന്നത് വെച്ചാൽ ഈ ഒരു കർവ് നമ്മൾ കവളയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കവളുണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ സൈസിലേ കിട്ടത്തുള്ളൂ. ഈ സൈസിൽ കിട്ടിയിട്ട് ഇവിടുത്തെ ഒരു പീസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ അങ്ങ് കയറ്റി വെക്കും. അങ്ങനെയാണ് ശരിക്കും നമ്മൾ പ്രകാശിലെ കസറ കിട്ടുമ്പോൾ കവളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്ര ഭാഗം ഇങ്ങനെ അവർ റിവറ്റ് അടിച്ച് ഇങ്ങനെ കയറ്റി വെക്കുന്നത്. അതിൻ്റെ ഇത്ര മേളിൽ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ കൊണ്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് 2 പീസ് ഇവിടെ ഇങ്ങനെ 2 കട്ടിങ് ഉണ്ടാവും. ഇത് പിന്നെ പുട്ടിയൊക്കെ ഇട്ട് അവർ സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഈ സൈഡിലെ കാര്യങ്ങൾ. അപ്പുറ സൈഡിൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസഞ്ചർ ഡോറിനേക്കാളും ഒരു വീതിശാലം കൂടുതലുണ്ടായിരിക്കും ഇവിടെ ഡ്രൈവറിൻ്റെ ഡോറിന്. കാര്യം അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ക്വാർട്ടർ ഗ്ലാസ് കുറച്ച് ചെറുതാകുന്നത്. അപ്പോൾ 222 പറയുമ്പോൾ അവിടുന്ന് ഒരു ഹൈറ്റ് ഡിഫറൻസ് അല്ല, ഇതിന് ചൂടാകാലം കൂടെ വലുതായിരിക്കും ഈ ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇത് അതുപോലെയാണ് ഈ ക്വാർട്ടർ ഗ്ലാസ്. ഈ വെളിയിൽ കൂടെ കാണുന്ന ഈ ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് പോർഷൻ വരുന്നതാണ്. ഈ അകത്ത് ഈ കാണുന്ന മാത്രമേ ഉള്ളൂ ഗ്ലാസ് വരുന്നത്. അപ്പോൾ ഇവിടുത്തേന്ന് വെച്ചാൽ ഡോറിൻ്റെ ഈ ബോട്ടത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് നമുക്ക് 13.5 cm ആണ്. അപ്പുറത്തെ പോലെ തന്നെയാണ്. നമുക്ക് ഈ ഹൈറ്റ് വരുമ്പോൾ അപ്പുറത്തെ ബീഡിങ് തന്നെയാണ്. ഇവിടെ നിന്ന് 3 mm താന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതേ ഹൈറ്റ് ഏകദേശം 4.8 ലാപ്പിൽ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും വരിക. അതായത് ഇവിടുന്ന് 12 mm താന്നിട്ട് ആണ് ഈ ബീഡിങ് ഇരിക്കുക. അല്ല ഈ ലൈൻ ഇരിക്കുക. ഈ ലൈൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പുറം പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റാണ് മെയിൻ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോറിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അപ്പുറത്തേക്കാൾ വലുതാണ് ഡ്രൈവറിൻ്റെ ഇവിടെ വരുമ്പോൾ. അത് ഏകദേശം 5.9 cm ഉണ്ട്. 5.9 cm ആണ് ഇതിൻ്റെ വീതി വരിക. അതിൻ്റെ ഇവിടെ തിക്നെസ് കൂടുതലുണ്ട്. നിങ്ങൾ അസ്തറയൊക്കെ ശ്രദ്ധിച്ചറിയാം. ഡ്രൈവർ ഡോറിന് ഇത് ഇത്രയും കട്ടി വരുന്നത്. ഈ മാർക്ക് വരെ ഇവിടെ ഇത്രയും കട്ടി വരുന്നത്. ഇപ്പറയാണെങ്കിലും ഏകദേശം അത്രയും ഇല്ല, എന്നാലും അതിൻ്റെ അടുത്ത് ഇത്രയും കട്ടി വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ തിക്നെസ്, ആ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 mm ആണ്. 5 mm ഈ ബ്ലാക്കിൻ്റെ അടുത്തും പിന്നെ 7 mm ഈ ഗ്ലാസിൻ്റെ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഈ 7 mm ആണ് ഇവിടുന്ന് ഇവിടം വരെ 7 mm. അതാണ് നമുക്ക്
ഗ്ലാസ്സിൽ വേണ്ടത്. പിന്നെ അപ്പുറത്തെക്കാളും ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ ഗ്ലാസ് എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഈ ഹൈറ്റിൽ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഡ്രൈവർ ഡോറിൻ്റെ അവിടെ മറ്റേ ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയുമ്പം മറ്റേ പാസഞ്ചർ ഡോറിൻ്റെ ഗ്ലാസിൻ്റെ ഒരേ ലെവലായിരിക്കും. പക്ഷെ ഇത് കുറച്ചുകൂടെ മുകളിലായിരിക്കും ഡ്രൈവറിൻ്റെ ഗ്ലാസ് വരിക. ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ ഇവിടുത്തെ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഈ ഒരു തിക്നെസ് നോക്കുവാണെങ്കിൽ അപ്പുറത്ത് തന്നെ സെയിമാണ്. 1.4 ആണ് ഇവിടുന്ന് ഈ ലൈനിൽ നിന്ന് ഇവിടം വരെ. ഇവിടെ 3 mm അങ്ങനെയാണ്. അപ്പോൾ ബാക്കി ഇവിടുത്തെ അളവും എല്ലാം സെയിം തന്നെയാണ്. ബാക്കിയെല്ലാം സെയിമാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഡിഫറൻസ് ഉള്ള എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ വരുമ്പോഴാണ്. എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു അതായത് എമർജൻസി എക്സിറ്റ് ഇവിടെ അപ്പുറം ഒറ്റ ഗ്ലാസ് ആയിരിക്കും, ഇവിടെ 2 ഗ്ലാസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പം ഇത് ചെറുതും ഇവിടെ വലുതുമാവും. അപ്പോൾ ഇവിടുത്തെ ഡോറിൻ്റെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പുറത്ത് തന്നെയാണ് 5.3 ആണ്. അതായത് 5.3 വരുന്നത് ഇതിൻ്റെ സെൻറ്റർ, അതായത് ഇവിടെ മൊത്തം 6 mm ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ആദ്യം വരയ്ക്കാൻ സെൻട്രൽ ലൈനിൽ നിന്ന് ഇപ്പുറത്തേൻ്റെ സെൻട്രൽ ലൈൻ, അത് ഈ മാർക്ക് കൊടുത്തേക്കുന്ന ഈ സെൻട്രൽ ലൈൻ വരെയാണ് അതിൻ്റെ ഈ ഡോറിൻ്റെ ഇത് വരിക. അതായത് ഡോർ ഇങ്ങനെ ആയിരിക്കും വരിക. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും ഡോർ വരിക. അങ്ങനെയാണെങ്കിൽ ഡോറിൻ്റെ ഇത് വരിക, അപ്പ് ഡോർ തുറക്കുന്ന ഒരു ഇത്. അതുപോലെ ഇവിടെ ആണെങ്കിലും ഈ ഒരു ലെവലായിരിക്കും ഡോർ തുറന്ന് വരുന്നത്. അപ്പം ഈ ഒരു കുത്തിക്കാലിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തേക്കാൽ ഇവിടെ കുത്തി ഈ ഒരു കുത്തുകാൽ ഇവിടെ വരുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. BS6 വണ്ടികൾ വന്നപ്പോഴത്തേക്കും ഈ എമർജൻസി മോഡറിൻ്റെ മേളിലുള്ള ഭാഗത്ത് അവിടെ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് വരുന്നില്ല. അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ബ്ലാക്ക് അടിച്ച് പോകത്തേ ഉള്ളൂ. അങ്ങനെയാണ് വരിക. പിന്നെ എമർജൻസി ഡോർ പിന്നെ താഴോട്ട് ഇങ്ങനെ ആ ഒരു ബീഡിങ് വരെ ഇങ്ങനെ പറിച്ചെടുക്കുമെന്ന് മാത്രം. ഇവിടെ ബീഡിങ് ഉണ്ട്, വെട്ടത്തിന് ഇത് കാണത്തില്ല എന്നേ ഉള്ളൂ. ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ നമുക്ക് ഈ കട്ടിങ് നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് ഇവിടുന്ന് നോക്കുവാണെങ്കിൽ 8.8 സെൻറ്റിമീറ്റർ, അതായത് വീലാർച്ചിൻ്റെ എൻഡിൽ നിന്ന് 8.8 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ടൊരു കട്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കട്ടിങ്ങിൻ്റെ ഈ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കൗളിൻ്റെ ഹൈറ്റാണ് വരുന്നത്. ബാക്ക് കൗളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബാക്ക് കൗളിൻ്റെ ഹൈറ്റ് നമുക്ക് വരുന്നത് 16.6 സെൻറ്റിമീറ്ററാണ്. 16.6 സെൻറ്റിമീറ്ററാണ് ബാക്ക് കൗളിൻ്റെ ഹൈറ്റ് വരിക. ഇത് അറ്റത്ത്, അതായത് എൻഡിൽ സെൻറ്റർ വരുമ്പോൾ അവിടെ നിന്ന് മറ്റേ പറഞ്ഞ 1 mm കൂടും. അതായത് 16.7 സെൻറ്റിമീറ്റർ ആകും, 1 mm കൂടിയിരിക്കും. അങ്ങനെ വരും. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് നോക്കുന്നത്. പിന്നെ നമുക്ക് അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ പ്ലാറ്റ്ഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 15 സെൻറ്റിമീറ്റർ വണ്ടിയാണെങ്കിലും എത്ര സെൻറ്റിമീറ്റർ വണ്ടിയാണെങ്കിലും അത് നമ്മൾ കൃത്യ അളവല്ലായിരിക്കും പ്ലാറ്റ്ഫോമിൽ എടുക്കേണ്ടത്. കാരണം ഈ ഒരു ഷീറ്റിൻ്റെ തിക്നെസ് കുറച്ചിട്ട് വേണം എടുക്കാൻ. സപ്പോസ് ഇത് 15 സെൻറ്റിമീറ്റർ വണ്ടിയാണ്, സപ്പോസ് നമ്മൾ കണക്ക് കൂട്ടുവാണെങ്കിൽ ഇതിന് 2.5 mm ആണ് ഈ ഷീറ്റ്. ഇപ്പോൾ 2.5 mm. അപ്പോൾ ഈ ഒരു ഷീറ്റ് എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2.5 mm 2.5 mm രണ്ട് സൈഡിലായിട്ട് കുറച്ചു. 2.5 5 mm കുറച്ചിട്ട് 14.5 സെൻറ്റിമീറ്ററാണ് ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തത്, എന്നിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യം ഔട്ടർ ടു ഔട്ടർ നമുക്ക് 15 സെൻറ്റിമീറ്റർ കിട്ടുള്ളൂ. അങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ. ചെറിയ ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് അടുത്ത ലെയർ ഷീറ്റ് വരുമ്പോഴത്തേക്ക് ആ ഒരു 2 അല്ലെങ്കിൽ 3 mm കൂടി വരുമ്പോൾ ഹൈറ്റ് ഓക്കെ ആവും. അങ്ങനെയാണ് വരിക. ഞാൻ ജസ്റ്റ് പണി തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ബോഡിയിലെ അളവൊക്കെ നോക്കുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഫ്രണ്ട് ചെയ്യാമെന്നാണ്, ഇതുവരെ ചെയ്തില്ല, ഒരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ബാക്ക് കവൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടില്ല, പേപ്പറിൽ വരച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക് കവൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ബാക്കാണ് ഫ്രണ്ടാണെന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമുക്ക് ബാക്ക് കവൾ അസ്ത്ര ആയത് കാരണം കഴിഞ്ഞ അസ്ത്ര എന്ന് വെച്ചാൽ സെഡോണിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ ഓർത്തു. അത് 220 വീൽ ബേസ് ആണ്. നമ്മൾ ഇത് ചെയ്തപ്പോൾ ഓർത്തു നമുക്ക് 210 വീൽ ബേസിൽ, അത് നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഇറക്കുന്ന 210 വീൽ ബേസ് വൈക്കിങ് തന്നെയാണ്. മറ്റേ 222 വളരെ കുറച്ച് വണ്ടി മാത്രമേ ഉള്ളൂ. V6
ഫസ്റ്റ് വന്ന മൈലാഞ്ചി ഹോളിഡേയ്സ്, അതുപോലെ കൊട്ടൂർ ഹോളിഡേയ്സ്, അവരുടെ വണ്ടിക്ക് ആ 2 വണ്ടി മാത്രമേ ഉള്ളൂ 222 വീൽ ബേസ്. പിന്നെ നമുക്ക് VS3 VS4 ഒക്കെ ആയിരുന്നപ്പോൾ കളർ കോഡൊക്കെ വരുന്നതിന് മുന്നേ 1Sൻ്റെ എല്ലാ വണ്ടി 222 വീൽ ബേസ് ആയിരുന്നു. കാരണം അവിടെ ലെഗ് സ്പേസ് കൂടുതലുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റില്ല സെയിം ആണ്, ചെറിയൊരു വേരിയേഷൻ ഉള്ള കാരണം ഈ 110 222 വീൽ ബേസ് ഉള്ള കാരണം നീളം കൂടുതലുള്ള കാരണം വീൽ ബേസ് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ 1S ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ LITP ചെയ്ത കാരണം 12 മീറ്റർ വണ്ടിയായി. അപ്പോൾ അത്ര ബാക്ക് നോക്കുകയാണെങ്കിൽ ഇത് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഫ്രണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടുകൾ ഞാൻ സെപ്പറേറ്റ് വരച്ചൊന്നുമില്ല. കഴിഞ്ഞ വണ്ടിക്ക് കഴിഞ്ഞ വീഡിയോയിലും ചെയ്ത അതേ ഫ്രണ്ടുകൾ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാം, വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കൊക്കെ മതിയെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ, ഇൻസ്റ്റയിൽ എൻ്റെ യൂട്യൂബിലെ ഐ ഡി തന്നെയാണ് ഇൻസ്റ്റയിലുള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വേറൊരു ബ്രോ എന്നോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒന്ന് അയച്ചു തരുമോ ഇൻസ്റ്റ ചോദിച്ചു. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ എന്നിട്ട് അയച്ചു കൊടുത്തായിരുന്നു. ഇതിൻ്റെ സെഡോണിൻ്റെ ആയിരുന്നു, സെഡോണിൻ്റെ എല്ലാം എഴുതിയിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ പറഞ്ഞു തരാം, അങ്ങനെയുള്ള ചെയ്തു തരാം. അപ്പോൾ അതാണ്. അപ്പോൾ അസ്ത്രയാണെങ്കിലും ഫ്രണ്ട് ഡിഫറൻസ് ഇതാണ് ഞാൻ പറഞ്ഞത്. കർവ് ഉണ്ടോ, കർവ് ഉണ്ട്, ഇതിന് വെച്ച് നമുക്ക് നോട്ടി കാണാൻ പറ്റത്തില്ല. അളന്ന് നോക്കി കഴിഞ്ഞാൽ 1 mm 1.5 mm ഒരു കർവ് കാണും, അത്രേ കാണുള്ളൂ. അതിൻ്റെ ഒരു ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓക്കെയാണ്. പിന്നെ അസ്ത്രയാണെങ്കിൽ അസ്ത്രയുടെ ഫ്രണ്ടാണ് ബാക്കാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെഡോണിൻ്റെ ഫ്രണ്ടോ സെഡോണിൻ്റെ ബാക്കോ എന്തെങ്കിലും വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കുന്നതായിരിക്കും, മാക്സിമം ചെയ്യാൻ നോക്കും. ഇത്ര ഗ്യാപ്പ് വരുന്നതാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന വീഡിയോ ചെയ്യാമെന്നൊക്കെയാണ്, അടുത്തത് കുറേ നാളായി, മാസങ്ങളായി പറഞ്ഞിട്ട് ചെയ്യാനൊരു അവസരം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനൊന്നുമില്ല, മെയിനായിട്ട് ഇത്ര ഡീറ്റെയിൽസൊക്കെ ഉള്ളൂ. എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ വെച്ചാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, കമൻറ്റ് കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ. ഓക്കെ, ബൈ.